Okay, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പോർഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അബ്ദുൽ ഫസലിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പല പല കാര്യങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സോ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സാംസ്കാരിക സായോജനം എന്നാണ് നമ്മുടെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് ഭാഗമേ ഉള്ളൂ, നമുക്ക് ആകെ കുറച്ച് 1-2 പേജേ ഉള്ളൂ. ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്തു പോവാം. ഓക്കെ, ചിത്രത്തിൽ ഈ ഒരു ഫിഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം കാണുന്നത് മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മുഖചിത്രം. അതിൻ്റെ ഒരു മുഖചിത്രമാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഹാവ് യു നോട്ടീസ് ദി പിക്ചർ. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ഓൾറെഡി പറഞ്ഞു. ദിസ് ഈസ് ദി ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരത. ഓക്കെ, മഹാഭാരത ഫ്രണ്ട് കവറാണ്. ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദി മുഗൾ എറ. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത സംഭവമാണ്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ഡാറ ഷുക്കോ. ഓക്കെ, ഈ ഡാറ ഷുക്കോ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു മുഖചിത്രം നമുക്കിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ദാരാ ഷുക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഷാജഹാന്റെ മകനായിരുന്നു. ഓക്കെ, ദി സൺ ഓഫ് ദി മുഗൾ റൂളർ ഷാജഹാൻ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഡാരാ ഷുക്കോ നമ്മുടെ ഈ ഒരു ഷാജഹാന്റെ മകനായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ സംസ്കാരവും മുഗൾ സംസ്കാരവും തമ്മിലുള്ള ഐക്യത്തിന്റെ ഉദാഹരണം കൂടാണ് ഈ ഒരു എന്താണ് മുഖചിത്രം. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, അതിനകത്ത് ഈ സാംസ്കാരിക എന്ന് വെച്ചാൽ ഈ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ അതുമായിട്ട് ഉള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, ഈ മുഗൾ കാലത്ത് ഇന്ത്യൻ പേർഷ്യൻ സംസ്കാരങ്ങൾ പരസ്പരം സ്വാധീനിച്ചായിരുന്നു. ഓക്കെ, അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ അതിനകത്തുള്ളതാണ് ഇത് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, പിന്നെ റെഡ് ഫോർട്ട്. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എന്നിവ ഇന്ത്യൻ പേർഷ്യൻ വാസ്തുവിദ്യയുടെ സംയോജനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾ ഓഫ് ദി ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദി പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ ദി മുഗൾസ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി പറയുവാണെങ്കിൽ ഉറുദു ഭാഷ ഹിന്ദിയും പേർഷ്യൻ ഭാഷയും കൂടി ചേർന്നാണ് രൂപപ്പെട്ടത്. ഉറുദു എ ന്യൂ ലാംഗ്വേജ്. ഉറുദു എന്ന് പറഞ്ഞാൽ പുതിയ ലാംഗ്വേജ് ആയിരുന്നു. അത് ഫോം ആയത് എങ്ങനെയാണ്? വാസ് ഓൾസോ ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിൽ അതിനകത്ത് ഹിന്ദിയും പേർഷ്യൻ ഭാഷയും കൂടി ചേർന്നായിരുന്നു നമുക്ക് ഈ ഉറുദു എന്നൊരു ഭാഷ അന്ന് കാലത്ത് രൂപപ്പെട്ടിരുന്നത്. ഓക്കെ, ഈ ഹിന്ദുസ്ഥാനി സംഗീതം ഈ സാംസ്കാരിക സംയോജനത്തിന്റെ ഫലമായി വളർന്നു. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. ഓക്കെ, ആ ഒരു മ്യൂസിക്കും ഇതിനകത്ത് ആ ഒരു ഫലമായിട്ട് വളർന്നിട്ടുണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത്. 2 ഫോട്ടോസും കൂടി അതിനകത്തുണ്ട്. താജ്മഹലും ആഗ്ര ഫോർട്ടും 2 ഫോട്ടോസും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ ചെറിയൊരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോയിലായിട്ട് നമ്മൾ ഒതുക്കി പെട്ടെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അർത്ഥം നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്താണ് ഈ ഒരു ക്ലാസ്സിൽ ഇതിപ്പോൾ നമ്മുടെ സാറുമാരൊക്കെ ഓരോ പിള്ളേരെ കൊണ്ട് ഓരോന്ന് പറയിക്കും. ഓരോ പോർഷൻസ് ഇങ്ങനെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ മാത്രം അങ്ങനെ ഒരു പോർഷൻ വെച്ച് മാത്രമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട്. കാരണം അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ അതായിരിക്കുന്നുണ്ട്. സോ വീഡിയോ എന്തായാലും വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ വിജയനഗര റൂളെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിനകത്ത് ഇട്ടേക്കാൻ ഞാൻ അതിനകത്ത് റിപ്ലൈ ആയിരുന്നായിരിക്കും. അത് ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ തന്നെ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ട പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.